ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ കുക്കിങ്ങോ ക്ലീനിങ്ങോ എന്താ പറയുക ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല കേട്ടോ ഇത്. രാവിലെ എണീറ്റ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ അലക്കി കുളിച്ച് നനച്ച് റെഡിയായി ജസ്റ്റ് ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോകാമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വഴി അറിയില്ല, ഒരു തേങ്ങ അറിയില്ല കേട്ടോ. ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് അതിരപ്പള്ളി, അത്രേ ഉള്ളൂ. അത് എങ്ങനെ പോകണം, ഏത് വഴിക്ക് പോകണമെന്നൊന്നും നമ്മളറിയില്ല. ഗൂഗിൾ മാപ്പ് തന്നെ ശരണമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി ഒരുങ്ങി റെഡിയായി ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. എന്തിനാ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഷൂ ഒക്കെ ഇട്ട് നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് ഇപ്പോൾ ഒരു സമയം 9:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 9:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എൻ്റെ ഹെൽമെറ്റ് പൊട്ടി, അതിൻ്റെ ആ ചില്ലുകൂടാരം തകർന്നു പോയി. എങ്ങനെ എന്താണെന്ന് അറിയില്ല. പോണ വഴിക്ക് ശരിയാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എവിടെയെങ്കിലുമൊക്കെ ഹെൽമെറ്റ് ശരിയാക്കണ സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഇട്ട് സെറ്റായി ഇറങ്ങുവാണ്. പൂച്ചക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ രാവിലെ ഉപ്പുമാവും ചായയും കഴിച്ചിട്ടുണ്ടായി കേട്ടോ. അതിൻ്റെ പുറത്താണ് കേട്ടോ പോകുന്നത്. ആ ഒരു ബലത്തിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് പെട്രോൾ പമ്പിലേക്കാണ്. കാരണം വഴിയിലെങ്ങനെ പെട്രോൾ തീർന്നു പോയാൽ നമ്മളെ പെടും. അതുകൊണ്ട് നമ്മൾ പെട്രോൾ പമ്പ് പോയി എണ്ണയൊക്കെ അടിച്ച് ഈ ലിപ്സ്റ്റിക് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടത് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് ചേരാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ ഇട്ടിട്ടുണ്ട്. ഒരു കണ്ണാടി വെച്ച്, അല്ല കണ്ണാടി മാത്രമേ വെച്ചിട്ടുള്ളൂ, ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ടില്ല. അത് എൻ്റെ ഇത് കണ്ടോ. എനിക്കാകെ ട്രിപ്പ് പോകണ ഒരു മൂടേ കളഞ്ഞ ആ സംഭവം. അതിങ്ങനെ ഇളകിക്കൊണ്ടിരുന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം ബാക്കിലോട്ടാകും, പക്ഷെ അത് പിന്നെയും ഫ്രണ്ടിലോട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ത് സംഭവമാണോ എന്തോ കേട്ടോ. നമ്മൾ ആലുവയിൽ നിന്ന് പിന്നെ ചാലക്കുടി, അതിരപ്പള്ളി അങ്ങനെയാണ് ഒരു മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറുകുറ്റി എത്തിയപ്പോൾ, ആലുവ കഴിഞ്ഞ് അങ്കമാലി കഴിഞ്ഞ് കറുകുറ്റി എത്തിയപ്പോൾ വേറെ റൂട്ട് കാണിച്ച് ഗൂഗിൾ മാപ്പ്. നമ്മൾ മാപ്പ് നോക്കിയിട്ടാണല്ലോ പോകുന്നത്. ഓക്കെ, ഞാൻ ആ വഴി പറഞ്ഞു കൊടുത്ത് ആ വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി തെറ്റിയെന്നാണ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു കാട്, എന്താ പറയുക, മലയല്ലേ, അതിൻ്റെ ആ ഒരു മലഭാഗത്തുകൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉത്സവത്തിൻ്റെ എന്തോ പരിപാടി ഉണ്ട്. അതാണ് ഈ 2 സൈഡിൽ ഇങ്ങനെ തോരണൊക്കെ കെട്ടിയിട്ട് നല്ല സെറ്റപ്പ് കേട്ടോ. ഇത് കണ്ടോ, അയ്യോ ഫോറസ്റ്റ് ഏരിയ വന്നിട്ടോ. സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടാളും ആകെ അന്തം വിട്ടു. ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ആനനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കണ്ടവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് ഈ ആന. ഇവിടെ എത്തി പേരും നമ്മുടെ വണ്ടി നമ്പറും അതും ഇതും എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം. അവിടെ തിരിച്ചു വരുമ്പോൾ ഒരു നമ്പർ പറയാൻ പറഞ്ഞ്, അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടി കഴിഞ്ഞ് തിരിച്ചു വരൂല എന്നുള്ളൊരു ഇതിലാണോ അങ്ങനെ പറഞ്ഞേന്ന്. കാരണം ആനയും പിന്നെ എന്തൊട്ടാ പുലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഒന്നിനെ കണ്ടില്ല കേട്ടോ. അത് എന്തോ മഹാഭാഗ്യം. തിരിച്ചു പോകുന്നപ്പോൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദൂരമായിട്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഇത് എന്തൊട്ടാണ് ഈ സാധനം എനിക്കറിയാൻ പാടില്ല. തെങ്ങ് പോലെ, തെങ്ങുമല്ല പനയല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അതെന്തോ കണ്ടോ ഇതുപോലൊരു സാധനം. ഈ 2 സൈഡിലും റോഡ് 2 സൈഡിലും ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ആൾക്കാരോ താമസം എല്ലാം ഉണ്ട്, പക്ഷെ ആന ഇറങ്ങും. ഇതെന്താ സംഭവം എന്നറിയാൻ പാടില്ല. പിന്നെ വഴിയിൽ കുറേ കുരങ്ങന്മാരും അതെല്ലാം കണ്ടിട്ടോ. എനിക്ക് ഈ തെങ്ങും ഈ സാധനമൊക്കെ കണ്ടപ്പോൾ ലിറ്റിൽ കൃഷ്ണ എനിക്ക് ഓർമ്മ വന്ന്. കൊച്ചു ടി വിയിൽ തന്നെ ലിറ്റിൽ കൃഷ്ണയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടത്. കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ചേച്ചി വറകൊണ്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എന്താ പറയുക, ജനവാസം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഇടവിട്ട് ഒരു എന്താ പറയുക, നമ്മൾ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീട്, അതുപോലത്തെ കുറേ വീടുകൾ. ഇത് എസ്റ്റേറ്റ് ആണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നമുക്കറിയില്ലല്ലോ സംഭവം. പിന്നെ വലിയൊരു പുഴ കണ്ടിട്ട് എന്ത് രസമാണെന്ന് അറിയുമോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ, ഞാൻ കുറച്ച് ട്രിപ്പേ പോയിട്ടുള്ളൂ. അതിൽ ഇങ്ങനെ പ്രകൃതി രമണീയമായ ട്രിപ്പൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പ്രകൃതി രമണീയമായ ട്രിപ്പുകളൊക്കെ പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇത് പോയി വന്നപ്പോൾ ഇനി വാൽപ്പാറ വഴി പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ വാൽപ്പാറ എന്തായാലും ആന ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും പേടിയാണ്. ഒന്ന് മെൻ്റലി ഓക്കെ ആയിട്ട് ഞങ്ങൾ പോവുള്ളൂ.
പിന്നെ കുറേ അതിരപ്പള്ളിയൊക്കെ എത്താനായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബിരിയാണിയും പിന്നെ അതുപോലെ ഒരു മീൽസും ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഹലാക്ക് മീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വില ഞാൻ ചോദിച്ചില്ല. ബില്ല് വന്നപ്പോഴാണ് 250 രൂപ മീനിന്. കണ്ണ് തള്ളിപ്പോയി, വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിപ്പോയി. ആദ്യം വില ചോദിച്ചിട്ടിരുന്നാൽ മതിയായിരുന്നു. ഭയങ്കര റേറ്റാണ് ഇവിടെയൊക്കെ. അങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങനെ ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ടോ. അതാണ് ആ പുഞ്ചിരി. കണ്ട ലിപ്സ്റ്റിക്ക് മാറ്റി. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളവിടെ ഒരു വിധത്തിൽ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ കുറേ എന്താ പറയുക റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, അവിടെ എത്താൻ നേരത്താണ് ആനയുടെ ബോർഡൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പച്ച ആനപ്പിണ്ടൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. പിണ്ടത് അവിടെ ആന വന്ന് പോയി അപ്പം പോയിട്ടുള്ളത് തോന്നുന്നുണ്ട്. കാരണം അത്രയും ആ പിണ്ടം ഉണങ്ങിയിട്ടില്ല, പച്ചക്കിടക്കുന്നുണ്ട് അവിടെ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല റേറ്റ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ടിക്കറ്റ് എടുക്കാൻ പൈസ വേണം. നമ്മുടെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല, എല്ലാ അക്കൗണ്ടിലായിരുന്നു. പിന്നെ അവിടെ ഒരു കടക്കാരൻ 1-2 കടക്കാരോട് ചോദിച്ചു, പക്ഷേ തന്നില്ല. പിന്നെ ഒരു സാധനമൊക്കെ വാങ്ങിച്ച് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കടക്കാരൻ തന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അതിനകത്തോട് നടന്നിട്ട് ഇവിടെ ഒരു മലയണ്ണാനുണ്ട്. പക്ഷേ അതിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. മരത്തിൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കുറേ നടന്നിറങ്ങി നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മക്കളെ ധീവര ടണ ആ സംഭവം കേട്ടോ. മനസ്സിലായി, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കുറേ കുരങ്ങന്മാർ നമ്മുടെ പുറകെ കൂടി. കാരണം ഈ കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് ബാഗോ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ പുറകെ വന്ന് അത് വലിച്ച് കൊണ്ടുപോയി ചെയ്യുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കവറൊന്നും ഉണ്ടായിരുന്നില്ല, ബാഗ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു വീക്കെൻഡ് ആയിരുന്നു. സാറ്റർഡേ ആണോ സൺഡേ എന്നറിയില്ല, വീക്കെൻഡ് ദിവസമായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് ആ സ്വർഗം എന്നറിയില്ല. അതുപോലത്തെ ഒരു സാധനം എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് അറിയോ. ഇത് കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ ആ മറ്റേ പാട്ട്, ഞാൻ അവിടുന്ന് പോരണ വരെ മറ്റേ ഈ പാട്ട് തന്നെയായിരുന്നു, ധീവര ടണ ആ പാട്ട് തന്നെയായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തോട്ട് പോകാൻ ഇങ്ങനെ കുത്തനുള്ളൊരു സംഭവമാണ് ഇത്. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കുത്തനൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങാൻ വലിയ പ്രശ്നമൊന്നുമില്ല, കൊഴങ്ങി വന്നിരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പം തന്നെ എനിക്ക് കാര്യം പിടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ പോകുന്നില്ല കാര്യം കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അടിക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നമില്ല, കുറച്ച് വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇറങ്ങിയപ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് കാണേണ്ടതെന്ന് എനിക്കിങ്ങനെ തോന്നി. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇനിയും കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇനി വാൽപ്പാറൊക്കെ പോകുമ്പോൾ ഇതിലേറെ ആന, പുലി, എല്ലാ തേങ്ങ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ പറയുക, പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണണമെന്ന് എനിക്ക് ഇവിടെ പോയിട്ടാണ് എനിക്കങ്ങനെ ആ ഒരു തോട്ട് വന്നത്. അതിന് മുന്നേ എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ വലിയ സിറ്റി അത് ഇത് എന്നൊക്കെ കാണുന്നതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ചിന്തകളെല്ലാം മാറ്റിമറിച്ച ഒരു വെള്ളച്ചാട്ടമാണത്. എന്ത് രസമായിരുന്നു എന്നറിയാം. അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകാം, ഒരു എന്താ പറയുക, കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല, അതിൻ്റെ ഇപ്പുറം വരെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാറിൻ്റെ മുകളിൽ കയറി കുറേ ഫോട്ടോസും അതും ഇത് വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കുഞ്ഞുകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കളിക്കാനൊക്കെ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വയസ്സായവരും കുഞ്ഞുകുട്ടികളൊക്കെ അവിടെ നിന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കി അത് മൊട്ട വെയിൽ നട്ടുച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ക്ഷീണിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് കയറി വന്നതിൻ്റെ പൊന്നളിയ ഇറങ്ങിയ പോലെ അല്ലായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. എന്ത് ബുദ്ധിമുട്ടെന്ന് അറിയോ, കിതച്ച് പണ്ടാരടങ്ങി ചത്ത്. അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ആസ്മ അതുപോലെ ശ്വാസമുട്ട് അങ്ങനത്തെ ആൾക്കാരൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട, ബുദ്ധിമുട്ടോ കയറാൻ പറ്റില്ല എന്ന്. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും അതിൻ്റെ പൊന്നെ ചത്ത് എന്ന് പറയാമല്ലോ. പിന്നെ അതിൻ്റെ അവിടെ തന്നെ കയറി വരണ അവിടെ തന്നെ ഇങ്ങനെ നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു 2 ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ വേഗം 2 നാരങ്ങ വെള്ളമൊക്കെ പറഞ്ഞിട്ടോ. ഇവിടെ ഒന്നും ജീപ്പേ ഇല്ലേ, എല്ലാം ക്യാഷാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ അബദ്ധം പറ്റണ്ട. പിന്നെ അവിടുന്ന് ആ ടിക്കറ്റ് കൊടുത്തതിൻ്റെ ഒരു 50 രൂപ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 2 വെള്ളം കിട്ടി അവിടുന്ന്. ഞാൻ ഒറ്റയടിക്കാണ് ഒറ്റ വലിക്കാണ് ആ നാരങ്ങ വെള്ളം കുടിച്ചത്. അത്രക്ക് ദാഹവും ചൂടും എന്താ പറയുക കുഴക്കം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ വണ്ടിൻ്റെ അടുത്തോട്ട് വന്നിട്ടോ. കുറച്ച് ഒരു എന്തൊരു സൗണ്ട് ഉണ്ടാക്കണ കിളിനെയും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ഇറങ്ങി അവിടുന്ന്. എൻ്റെ ഹെൽമെറ്റിൻ്റെ സാധനം പുറകിലോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടൊരു സമാധാനം.
വെയിൽ കുറവുണ്ടായിരുന്നു. നമ്മളൊരു 2 മണി 2 മണിയൊക്കെ ആയപ്പോൾ 2:30 ആയപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു പോന്നപ്പോൾ നമുക്കൊരു 2-3 പ്രാവശ്യം വഴി തെറ്റിയിട്ടോ. ഒരു 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ കറങ്ങിയോടെ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു കോളേജിൻ്റെ മുന്നിൽ എത്തിയോടെ തന്നെ എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും എത്തിയോടെ തന്നെ എത്താൻ പോകുന്ന അറിയില്ല, അതേപോലെ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഗൂഗിൾ മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് നോക്കിയിട്ട് ഒരുവിധം നമ്മൾ സെറ്റായിട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് ഈ ഒരു സംഭവം കണ്ട് ഇതെന്താണെന്ന് ഞങ്ങൾക്ക് കയറുമ്പോൾ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ അവർ പറഞ്ഞു ഐസ്ട്രോമോ എന്തൊരു സംഭവം, എങ്ങനെ എന്തോ സംഭവം എന്തായാലും വീട്ടിൽ കാണാൻ നേരിട്ട് 2 പേർക്ക് ടിക്കറ്റ് എടുത്ത് 1700 സംതിങ് 60 രൂപയായിട്ടോ. എന്താ അപ്പം അതിനെ കാണാനകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് നേരെ അതിനകത്തോട്ട് ചെന്നപ്പോൾ അവിടെ ടൂർ വന്ന കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവർ ഷൂ ഒക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുവാണ്. അപ്പോൾ ചെന്ന പാടെ നമുക്ക് ബാഗൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് തന്നൊരു കോട്ടും സൂട്ടും സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലാകത്ത് നല്ല തണുപ്പായിരിക്കുന്നത്. അകത്ത് കയറാൻ കയറിയപ്പോൾ എൻ്റെ പൊന്നി ഒടുക്കത്തെ തണുപ്പ് പറഞ്ഞു, ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. നമുക്ക് 45 മിനിറ്റ്സാണ്, ഒരാൾക്ക് 500 സംതിങ് എത്രയാണ് കേട്ടോ അതിന്. പക്ഷേ നല്ല സംഭവമാണ്, നല്ല രസമുണ്ടായിരുന്നു. തണുപ്പ് സഹിക്കാൻ പറഞ്ഞവർക്ക് മാത്രം പോയാൽ മതി. എനിക്ക് കുറച്ച് നേരം, ഞങ്ങൾക്ക് 2 പേർക്കും തന്നെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ കാല് എന്താ പറയുക കോച്ചൂലേ, അങ്ങനെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. -6 ഡിഗ്രിയോ അങ്ങനെ 7 ഡിഗ്രിയോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് തണുപ്പ് ചെയ്ത് എൻ്റെ പൊന്നടവേ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിക്കും, പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കുറച്ച് നേരം കളിക്കും, പിന്നെ ഒരു റൂമുണ്ട്, വേറെ റൂം. അങ്ങനെ തണുപ്പ് ഓവറായി തോന്നുമ്പോൾ ആ റൂമിലോട്ട് കയറിയിരിക്കുകയാണ്. കുറച്ച് നേരം കളിക്കും, കുറച്ച് നേരം ആ റൂമിൽ പോയിരിക്കും, വീണ്ടും വരും, വീണ്ടും പോയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് ആയില്ല. അതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ. ഇറങ്ങിയിട്ട് ബാഗൊക്കെ വാങ്ങിച്ച് ഞാൻ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ വാട്ടർ തീം പാർക്കും ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് എടുത്തില്ല, ഇതാണ് എടുത്തത്. തണുപ്പാണ് എനിക്കൊന്നും കൂടി ഇഷ്ടമായത്. കാരണം നമ്മൾ ചൂടത്തുനിന്ന് വരികയല്ലേ, അപ്പോൾ ഭയങ്കര തണുപ്പാണ് എനിക്കിഷ്ടപ്പെട്ടത്. അങ്ങനെ എടുക്കാൻ തോന്നിയത് അത് എടുത്തതാണ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ല സംഭവമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി വേറെ എവിടെയും കയറുന്നു ഇരിക്കണമെന്നില്ല. നമ്മൾ പോണ വഴിക്ക് ഇതേ 11 കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് ആൾക്കാർ വളർത്തണതാണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നുണ്ട്. എങ്ങനെ വണ്ടി എടുക്കുക, എനിക്കാണെങ്കിൽ പേടിയാണ്. ആ സാധനത്തിന് കാണുമ്പോൾ തന്നെ പേടിയോ. അതേ കണ്ടോ, ഇപ്പോഴും അത് ആ റോഡിൻ്റെ വഴിയിൽ തന്നെ അങ്ങനെ നിൽക്കാറിട്ട് പോകുന്നതിന് ശേഷം പിന്നെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് മക്കളെ ചത്ത് ഒരു 1 ഡേ ട്രിപ്പ്. നമ്മളൊരു 6 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് 9:30 ഇറങ്ങിയിട്ട് 6 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ആലുവയിൽ നിന്ന് നമ്മൾ അതിരപ്പള്ളി കേട്ടോ. സുഖസുന്ദരമായിട്ട് പോയി വരാൻ പറ്റിട്ടോ. 6:30 ആയപ്പോൾ നമ്മൾ കുളിച്ച് വിളക്ക് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു, ഒരു ട്രിപ്പും കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ